നമസ്കാരം. ന്യൂസ് ക്ലിക്ക് സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ പ്രബീർ പുർക്കയസ്ത 2020 രാജ്യ തലസ്ഥാനത്ത് നടന്ന CAA വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതിനോടൊപ്പം തന്നെ COVID-19 കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും കർഷകരുടെ പ്രക്ഷോഭം ആളിക്കത്തിക്കാനുമൊക്കെ ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഫണ്ട് എത്തിച്ചതായി ദില്ലി പോലീസ് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ചൊവ്വാഴ്ച അഡീഷണൽ സെഷൻസ് ജഡ്ജി ഹർദീപ് കൗറിന് മുൻപാകെ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ദില്ലി പോലീസ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യം കഴിഞ്ഞ വർഷം ഏറ്റവും അധികം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിവാദങ്ങളിൽ ഒന്നായിരുന്നു ഈ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട വിദേശ ഫണ്ടിംഗ്. എന്തായാലും ഈ വിദേശ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം നടന്ന പരിശോധനയിൽ ദില്ലിയിലെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് സർക്കാർ നൽകിയ വസതിയിൽ ഉൾപ്പെടെ റെയ്ഡുകൾ നടന്നിട്ടുണ്ടായിരുന്നു. കാനിങ് റോഡിലെ വസതിയിലാണ് വിശദമായ പരിശോധനകൾ നടന്നത്. യെച്ചൂരി പക്ഷേ ഇവിടെയല്ല താമസിക്കുന്നത്, എന്നാൽ ന്യൂസ് ക്ലിക്കിൽ നിന്നുള്ള ഒരു പ്രതിനിധി ഇവിടെയാണ് താമസിക്കുന്നത്. ഇത് കണക്കിലെടുത്തുകൊണ്ടായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് വിശദമായ പരിശോധന ഉണ്ടായത്. അതേസമയം തന്നെ പ്രകാശ് കാരാട്ടിന്റെ ഇമെയിലും പരിശോധനയിലാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് ക്ലിക്കിന് പണം നൽകിയ അമേരിക്കൻ വ്യവസായിയുമായി കാരാട്ട് ആശയവിനിമയം നടത്തിയിരുന്നു എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉറപ്പിച്ചു പറയുന്നത്. ന്യൂസ് ക്ലിക്ക് വെബ്സൈറ്റിൽ ചൈനയുടെ സഹായത്തോടെ കോടീശ്വരനായ നെവിൽ റോയ് സിംഗ നിക്ഷേപം നടത്തി എന്നാണ് BJP നിരന്തരം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ദില്ലി പോലീസിന്റെ കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ CPM-ന് ആരോപണങ്ങളോട് ഏറെ നാൾ മുഖം തിരിച്ച് നിൽക്കാനാവില്ല എന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.